ക്രിസ്മസ് കാലത്ത് ദൈവം 3 ഡോക്ടേഴ്സിൻ്റെ രൂപത്തിൽ റോഡിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരു പുതുജീവൻ ലഭിച്ചത് മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്ന കൊല്ലം ജില്ലയിലെ പുന്നര സ്വദേശിയായ ലിനു ഡെന്നീസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. സാധാരണ റോഡിൽ ഇങ്ങനെ അപകടം പറ്റി കിടക്കുന്നത് കണ്ടാൽ, കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിലെ പോകുന്നവർ വാഹനത്തിൽ വരുന്നവരാണെങ്കിൽ വാഹനം ഒഴിച്ച് ഇവരുടെ ഒന്നും ദേഹത്ത് കയറാതെ സൗകര്യമായിട്ടങ്ങ് പോകും. അത് ഇല്ലെങ്കിലുള്ള കുഴപ്പമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാട്ടുകാർ കൂടുകയാണെങ്കിൽ ഈ വണ്ടിയൊക്കെ തടഞ്ഞു നിർത്തി ആളിനെയൊക്കെ കയറ്റി വിട്ടുകളയും. അത് പേടിച്ച് പലരും ആ ഭാഗത്തെങ്ങും വാഹനം പോലും നിർത്താറില്ല. ഇവിടെ സംഭവിക്കുന്നത് ഉദയംപേരൂര് ആ റോഡിൽ, നട റോഡിൽ രാത്രി വളരെ ഇരുട്ടിയപ്പോഴാണ് ഈ ഡോക്ടർ മനൂപ് എന്ന് പറയുന്ന കാർഡിയക് തൊറാസിക് സർജൻ, അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുകയാണ്. അദ്ദേഹം ആ റോഡിലൂടെ വരുമ്പോൾ കാണുന്നത് ഒരാൾ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ കിടക്കുന്നു, വേറെ 2 പേരും അപ്പുറത്ത് മാറി കിടപ്പുണ്ട്. നോക്കിയപ്പോൾ മനസ്സിലായത് 2 ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ആ ബൈക്കുകൾ അതുപോലെ ഷാറ്റേഡ് ആയിപ്പോയെന്നാണ് ഡോക്ടർ പറയുന്നത്. എന്ന് വെച്ചാൽ ആ ബൈക്കുകൾ തകർന്നു പോയി. അപ്പോൾ അപകടത്തിൻ്റെ ഗൗരവം നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഡോക്ടർ ഇറങ്ങി നോക്കുമ്പോൾ കാണുന്നത് അപ്പോഴത്തേക്ക് കുറേ ആൾക്കൂട്ടമൊക്കെ ഉണ്ട്, ആളുകളൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ വേറെ 2 പേര് ഒരു ഫാമിലിയായിട്ട് അവരും പള്ളിയിൽ പോയിട്ട് വന്നതാണ്. ആ 2 പേരെന്ന് പറയുന്നത് ഡോക്ടർ തോമസ് പീറ്ററും, അദ്ദേഹം ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലിൽ ഇവിടെ വർക്ക് ചെയ്യുകയാണ് എറണാകുളത്ത്. അതേപോലെ തന്നെ ഡോക്ടർ ദിദിയ തോമസും, അവരും ഡോക്ടറാണ്, ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ. ഇവർ കുടുംബ സമേതമായിട്ട് പള്ളിയിൽ പോയിട്ടൊക്കെ വരികയാണ്. അവർ വന്നപ്പോൾ കാണുന്ന ഇങ്ങനെ ആൾക്കൂട്ടം കാണുന്നു. അപ്പോൾ അതൊക്കെ വന്ന് നോക്കി. അപ്പോൾ ആളുകളൊന്നും മാറിക്കൊടുക്കത്തില്ല. അപ്പോൾ ഡോക്ടർ തോമസ് പീറ്റർ സ്റ്റെതസ്കോപ്പ് എടുത്ത് അദ്ദേഹത്തിൻ്റെ കഴുത്തിലിട്ടിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടറാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ആളുകൾ മാറി. അപ്പോൾ ഡോക്ടർ മനു ഇയാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ എന്ന് പറയുക, അയാൾ മരണത്തിലേക്ക് അടുക്കുകയാണ്. അയാളുടെ വായിൽ നിന്ന് രക്തം വരുന്നുണ്ട്. അയാൾക്ക് ഈ മണ്ണും രക്തമെല്ലാം കൂടെ കലർന്ന് ശ്വാസകോശത്തിലേക്കുള്ള അയാളുടെ ശ്വാസം തടയപ്പെട്ടിരിക്കുകയാണ്. മാർഗമൊന്നുമില്ല. അപ്പോൾ രക്ഷപ്പെടുത്തണം. അപ്പോൾ ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഡോക്ടർ മനൂപിന് മനസ്സിലായി, ഇത് ഈ ഒരു ക്രിക്കോട്ടമി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അതിലൂടെ മാത്രമേ ഇയാൾക്ക് ശ്വാസം തൽക്കാലം കൊടുക്കാൻ പറ്റുള്ളൂ. ശ്വാസം കിട്ടിയില്ലെങ്കിൽ അയാളുടെ മരണം പെട്ടെന്ന് സംഭവിക്കും. അല്ലാതെ തന്നെ അയാൾക്ക് ഗുരുതരമായ പരിക്കുപറ്റിയേക്കാണ്. വേറെ പരിക്കുണ്ട്. അയാൾ ജീവിച്ചിരിക്കുന്നു നമുക്ക് പറയാറായില്ല. കാരണം അത് അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. അപ്പോൾ ആ ഡോക്ടർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇയാളെ അപ്പോഴത്തേക്ക് പോലീസൊക്കെ ഉണ്ട്, ആംബുലൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ നോക്കിയപ്പോൾ ഇവർ 3 പേരും അന്നേരമാണ് പരിചയപ്പെടുന്നത്. നേരത്തെ ഇവർ തമ്മിൽ പരിചയമൊന്നുമില്ല. ഇവർ 2 പേരും ഈ ഡോക്ടർ മനൂപുമായിട്ട് പരിചയമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു, ഡോക്ടർ മനൂപ് പിന്നെ ആളാന്ന് പറഞ്ഞപ്പോഴേ ഇവർക്ക് കാര്യം മനസ്സിലായി. ഈ മിടുക്കനാണ്, അദ്ദേഹം സർജനാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഒരു പ്രൊസീജിയർ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ ഒക്കുള്ളൂ. ഒരു സർജറിയാണ് നടത്തേണ്ടത്. പക്ഷേ സർജിക്കൽ ബ്ലേഡ് കയ്യിലില്ല. അതേപോലെ തന്നെ ഈ പേഷ്യൻറ്റിനെ മയക്കാൻ പറ്റുന്നില്ല, ഒന്നുമില്ല. പിന്നെ മാത്രമല്ല ഒരു ഗ്ലൗസ് പോലും ഇല്ല ഉപയോഗിക്കാൻ. പിന്നെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ആ ഭാഗത്ത്, അതായത് അണുബാധയൊന്നും ഉണ്ടാവാതിരിക്കാൻ വൃത്തിയാക്കാനുള്ള ഒരു സാധനവും കയ്യിലില്ല. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പോലീസിൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, ഇതൊരു റിസ്ക് എടുത്താൽ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സബ് ഇൻസ്പെക്ടർ ഉണ്ട് അവിടെ. അപ്പോൾ പറഞ്ഞ് പക്ഷെ അത് എടുക്കുമ്പോൾ ചിലപ്പം ഇയാൾ ആ പ്രൊസീജിയറിൻ്റെ ഇടയിൽ തന്നെ മരിച്ചു എന്നിരിക്കാം. അപ്പം മരിച്ചതിന് ഞങ്ങൾ കുറ്റം. അപ്പം ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ് എന്തെന്നറിയോ, ഡോക്ടർ എങ്ങനെയെങ്കിലും ഇയാളെ രക്ഷിക്കാമെങ്കിൽ ഡോക്ടർ എന്ത് വേണമെങ്കിലും അങ്ങ് ചെയ്യും.
എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല. ഇത് ചെയ്തില്ലെങ്കിൽ അയാൾ ഉറപ്പായിട്ട് മരിക്കും. അപ്പോൾ ചെയ്താലും ചിലപ്പോൾ മരിച്ചേക്കാം. പിന്നെ ഏതായാലും അങ്ങനെ ഉള്ളപ്പോൾ ഇവർ 3 പേരോട് ഒരു തീരുമാനം എടുത്ത് ഇതങ്ങ് ചെയ്യാമെന്ന്. അപ്പം ഡോക്ടർ മനൂപ് പറഞ്ഞ് ചെയ്യാം. അപ്പോൾ ഒരു ബ്ലേഡ് കിട്ടുമെന്ന് ചോദിച്ചു. ഷേവിങ് ബ്ലേഡാണ് ആരോ കൊണ്ട് കൊടുത്തു കേട്ടോ. ഒരു ബ്ലേഡ് കൊണ്ട് കൊടുത്തു. അതേ ഉള്ളൂ. ഇരുട്ടാണ്, അവിടെ വെളിച്ചമില്ല, സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. അപ്പോൾ അത് പറഞ്ഞപ്പം പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അഭ്യർത്ഥന പ്രകാരം അവിടെയുള്ള ആളുകളെല്ലാം കൂടെ ചേർന്ന് ഈ കൂടി നിൽക്കുന്നവർ അവരെല്ലാം കൂടെ അവരുടെ മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് തെളിച്ച് ഇതിന് വെളിച്ചം കൊടുത്തു. അങ്ങനെ ആ വെളിച്ചത്തിൽ ഈ ബ്ലേഡ് വെച്ച്, അത് മാത്രമല്ല ഡോക്ടർ പറഞ്ഞു ഒരു സ്ട്രോ വേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം ഈ നമ്മുടെ ഈ ജ്യൂസൊക്കെ കുടിക്കുന്ന ഈ സ്ട്രോ, അത് പേപ്പർ സ്ട്രോ ആണ് കിട്ടിയത് ആദ്യം. അപ്പോൾ അതിൻ്റെ കുഴപ്പം ആദ്യം മനസ്സിലാക്കുന്നില്ല, കാരണം ഇത് പെട്ടെന്ന് വന്ന ഒരു ഇടപെടല്ലേ. ഈ ഡോക്ടർ ഈ തൈറോയിഡ് അതിൻ്റെ ആ കാർട്ടിലേജിൻ്റെ താഴെയുള്ള ഭാഗത്ത് ഒരു ഇൻസിഷൻ ഏതാണ്ട് 2-3 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ഒരെണ്ണം ഉണ്ടാക്കി വന്നു. ഹോസ്പിറ്റലാണെങ്കിൽ അത്രയും വലിപ്പം വേണ്ട, ചിലപ്പോൾ നീഡിലുകൊണ്ട് പോലും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ഒരു മുറിവ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇതുകൊണ്ട് അവിടെ വെച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ മുറിവുണ്ടാക്കി. ആ മുറിവുണ്ടാക്കിയ ഇൻസിഷൻ ഉണ്ടാക്കിയതിന് ശേഷം ഈ പേപ്പർ സ്ട്രോ അങ്ങോട്ട് കടത്തി വിട്ടു. അപ്പോഴത്തേക്ക് ഇയാൾക്ക് ശ്വാസം കിട്ടി തുടങ്ങി. പക്ഷേ ഈ പേപ്പർ സ്ട്രോ ഈ ബ്ലഡുമായിട്ട് ചേർന്നിട്ട് അതങ്ങോട്ട് അങ്ങ് നാശമാകത്തില്ലേ, അതങ്ങ് പോകും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിർബന്ധമായിട്ടും ഒരു പ്ലാസ്റ്റിക് സ്ട്രോ വേണം, എന്നാലേ പറ്റൂ. അപ്പോൾ ആരോ അവിടുന്ന് എവിടുന്നോ സംഘടിപ്പിച്ചിട്ട് ഈ ജ്യൂസ് കുടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്ട്രോ അത് കൊണ്ടുവന്ന് അവൈലബിളാക്കി. അത് വെച്ചപ്പോഴത്തേക്ക് ശ്വാസം മെച്ചപ്പെട്ടു. അപ്പോഴത്തേക്ക് ആംബുലൻസ് വന്നു. ഈ രോഗിയെ ആംബുലൻസിലേക്ക് ഈ പേഷ്യൻറ്റിനെ കയറ്റി വിടാൻ പറ്റി. അങ്ങനെയാണ് അയാളുടെ ജീവൻ രക്ഷപ്പെടുത്തിയ. അതാണ് ആ രീതിയിലാണ് ജീവൻ രക്ഷപ്പെട്ടത്. ഈ 3 ഡോക്ടേഴ്സ് ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അപ്പോൾ പലരും ആലോചിക്കും ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് റിസ്ക് ഉണ്ട് ഇതിന്. കാരണം കാര്യം അങ്ങ് മാറും. ഈ വഴിയരിവിൽ വെച്ച് ഒരാളെ കഴുത്ത് മുറിച്ചു, കഴുത്ത് മുറിക്കാൻ ആര് പറഞ്ഞു? അത് മുറിച്ചുകൊണ്ടല്ലേ അയാൾ മരിച്ചത് എന്നാവും. മരണപ്പെട്ടുപോയാൽ അത് വലിയ റിസ്ക്കാണ്. ഇവർ കൊലക്കേസ് വരെ പ്രതികളാവാം ഇവർ. പക്ഷേ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇവർക്ക് ധൈര്യം കൊടുത്തു. അത് മാത്രമല്ല, കൂടി നിന്നവർ ഇവർ ഡോക്ടറാണെന്നും ഇയാളെല്ലാം മരിച്ചു എന്നുള്ളത് കണ്ടുകൊണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞു കൊടുത്തതുകൊണ്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷെ ചെയ്യാൻ പറ്റിയെങ്കിൽ ഇതെല്ലാവരും ചെയ്യത്തില്ല. അതിൻ്റെ കാരണം ഈ റിസ്ക് എടുത്തിട്ട് ആളുകൾ വിചാരിക്കും ഞാനെന്തിനാ ഇതിൻ്റെ പുറകെ കിടക്കുന്നത്. പിന്നെ കാരണം കേസ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ കിടക്കണം. അപ്പോൾ ഈ മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ ബന്ധുക്കളെല്ലാം കൂടി ഇങ്ങനെ വെളിയിറങ്ങും, പ്രശ്നം ഉണ്ടാക്കും. ആര് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ എന്നാവും. അത് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ മതിയോ, അല്ലെങ്കിൽ നാട്ടുകാർ പറഞ്ഞാൽ മതിയോ എന്നുള്ള ചോദ്യമൊക്കെ അങ്ങ് വരും. അവസാനം പ്രതികളാവും. അങ്ങനെയുള്ള പ്രശ്നം വെച്ചുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇന്ന് പലരും ഒഴിയുന്നത്. പക്ഷെ അങ്ങനല്ല വേണ്ടത്. ഒരു ഡോക്ടർ ഈ രീതിയിൽ പ്രവർത്തിക്കാൻ മുന്നോട്ട് വരുമ്പോൾ ആ ഡോക്ടർക്ക് വേണ്ട ധൈര്യം കൊടുക്കുക, അതിന് വേണ്ട സപ്പോർട്ടൊക്കെ കൊടുക്കുക. ഇതുകൊണ്ട് മാത്രം അയാൾ രക്ഷപ്പെട്ടു. അയാളുടെ ജീവൻ രക്ഷപ്പെട്ടു. അയാൾ ജീവിക്കുമെന്ന് പറയാറായിട്ടില്ല. കാരണം ഈ ശ്വാസതടസ്സം ഏതായാലും അതിൽ നിന്ന് ക്ലിയർ ചെയ്യാൻ പറ്റി. പിന്നെ ഉള്ളത് ഇനിയിപ്പോൾ അയാൾ വെന്റിലേറ്ററിലാണ്. ആ വെന്റിലേറ്റർ കിടന്നിട്ട് അയാൾ കാരണം അത്രയും ഗുരുതരമായ വേറെ പരിക്കുകളുണ്ട്, നട്ടെല്ലിൻ്റെ പരിക്ക് എല്ലാം ഉണ്ട്. പക്ഷേ ഇവർ വിചാരിച്ചതുകൊണ്ട് ടൈംലി ആയിട്ട് ആക്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് അയാൾക്കിപ്പം വെന്റിലേറ്ററിലെങ്കിലും കിടക്കാൻ പറ്റുന്നത്. ഇപ്പം ജീവനുണ്ടായ ശരീരത്തിൽ, ഇല്ലായിരുന്നെങ്കിൽ ജീവൻ ഇല്ലാതെ പോയനെ. ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇതിൻ്റെ വരാഴികളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിന്നാൽ അത് ബുദ്ധിമുട്ടാണ്, ചെയ്യത്തില്ല. അപ്പോൾ ഇവർ 3 പേരും പറയുന്നത് അതേ ഉള്ളൂ. ഈ ഡോക്ടർ മനൂപ് പറയുന്നത് ഞാനിത് ചെയ്താലും ചിലപ്പോൾ അയാൾ മരിച്ചേക്കാം, പക്ഷേ ഇത് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് അയാൾ മരിച്ചു പോകും. മറ്റേ ഡോക്ടേഴ്സും പറയുന്നത് ഏതാണ്. അപ്പോൾ അവർ 3 പേരും അതിൻ്റെ വരാഴികളൊന്നും അങ്ങോട്ട് പിന്നെ ആലോചിക്കാൻ നിന്നില്ല. അതിൻ്റെ കോൺസിക്വൻസ് ആലോചിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കത്തില്ല. ഇപ്പോൾ നമ്മളൊരാളെ രക്ഷപ്പെടുത്താനായിട്ട് ചാടുന്നു. ചാടുമ്പോൾ നമ്മുടെ തലയിൽ നിന്ന് വല്ലയിടത്തും ഇടിച്ചു കഴിഞ്ഞാൽ, വെള്ളത്തിലോട്ട് ചാടുമ്പോൾ നമ്മൾ തല ഇടിച്ച് എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകത്തില്ലേ എന്നാലോചിച്ച് കഴിഞ്ഞിട്ട് ഇനി അവിടെ വേറെ കുഴപ്പം വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അന്ന് നോക്കിയിട്ട് ചാടാം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ മുങ്ങിച്ചാവുന്നവൻ അങ്ങ് മരിച്ചു പോകും.
അപ്പോൾ ഇത് നമ്മൾ ആ ടൈംലി ആയിട്ട് ആക്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഒരാളുടെയും ജീവൻ രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇവരുടെ ഈ ഇതുകൊണ്ട് ആ റിസ്ക് എടുത്ത് ഇവർ ചെയ്ത സാഹസികതയാണ് യഥാർത്ഥത്തിൽ ഒരു നട റോഡിൽ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഇത് സിനിമയിലൊക്കെ നമുക്ക് പലപ്പോഴും കാണാം, അതേ ഉള്ളൂ. സിനിമയെ കാണുന്നുണ്ട്. ഈ വിജയുടെ സിനിമയിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ ഈ ഈ കൊട്ടമി ഇവിടെ ഇത് ഒരാളുടെ ഒരു ഒരു ലേഡിയുടെ കഴുത്തിൽ ചെയ്യുന്നത് കാണാം. പിന്നെ അതല്ലാതെ തന്നെ വിജയുടെ മറ്റൊരു സിനിമയിലാണെന്നുണ്ടെങ്കിൽ 3 ഇഡിയറ്റ്സ് ആണ്, അതെന്നാ എൻ്റെ ഓർമ്മ. അതിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു റോയായിട്ട് ഒന്നും അറിയാൻ വയ്യാത്ത ആൾ പ്രസവം എടുക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇത് ഈ അടിയന്തര ഘട്ടങ്ങളിൽ ആളുകൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ചിലർ. പക്ഷേ ഇത് നിർബന്ധമായിട്ട് ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഡോക്ടേഴ്സ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവരെടുക്കുന്ന പ്രതിജ്ഞയുണ്ടല്ലോ, ആദ്യം ആ പ്രതിജ്ഞയാണ് അവർ നിറവേറ്റിയത്. ഇവിടെ ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രാഥമികമായ ഏറ്റവും വലിയ കടമ. അതവർ ചെയ്തു എന്നുള്ളതാണ്. ആ കർത്തവ്യം അവർ നിറവേറ്റി 3 പേരും. അപ്പം അവർ വലിയ താരങ്ങളായി. കാരണം ആ താരങ്ങളാകണം, എല്ലാവരും അവർ ഇഷ്ടപ്പെടണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഇതെങ്ങനെ അവരവിടെ വന്നു എന്നുള്ള ചോദ്യത്തിന് അർത്ഥമില്ല. ആ സമയത്ത് തന്നെ ഈ ജീവിച്ചിരിക്കുന്നവൻ്റെ ആയുസിൻ്റെ വലിപ്പം, അതാണ് കാര്യം. വരാനിടയായത് ഇവർക്ക് ഇങ്ങനെ തോന്നാനിടയായതും അതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ദൈവം ഈ 3 ഡോക്ടേഴ്സിൻ്റെ രൂപത്തിൽ ഈ റോഡിലേക്ക് ഇറങ്ങി വന്നു എന്ന് കരുതിയാൽ മതി. ഏതായാലും അതൊരു വലിയൊരു കാര്യമാണ് അവർ ചെയ്തത്. അവർക്കെല്ലാവിധ ആശംസകളും ഉയർച്ചയും ഞാൻ നേരുന്നു. ഇതുപോലെ തന്നെ പ്രവർത്തിക്കണം ഇനി മുഴുവൻ അവരുടെ ഔദ്യോഗിക കാലത്തും, അല്ലാതെ മരിക്കുന്നവരെയും ഇതുപോലെ തന്നെ അവർ പ്രവർത്തിക്കട്ടെ.